അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളിവിടെ നാസിക് ഡോളും എല്ലാ സാധനങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. നാളത്തെ പരിപാടി ഞങ്ങൾ പൊരിക്കും. അനീഷിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അവൻ നല്ല വകതിരിവും വെളിവുള്ളവനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളിവിടെ നാസിക് ഡോളും എല്ലാ സാധനങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. നാളത്തെ പരിപാടി ഞങ്ങൾ പൊരിക്കും. അതിപ്പോൾ ഇന്നത്തെ അത് കഴിഞ്ഞാലും അറിയാൻ പറ്റില്ലോ. ഗംഭീര സ്വീകരണം തന്നെയാണ് കൊടുക്കുന്നത്. അത് ഞങ്ങൾ നാട്ടുകാർ മൊത്തം ഉണ്ട് ഇവിടെ. പിന്നെ അവരെ ആൾക്കാരൊക്കെ വേറെ ഉണ്ട്. ഇത് ആൾ അവരെ തറവാട്ടുകാരനാണ്, ഈ തറയക്കാരാണ് ഇവരൊക്കെ പരിപാടികളിൽ നമ്മൾ എല്ലാവരും ഞങ്ങളുടെ നാട്ടിലുള്ള പരിപാടിയാണ്. അപ്പോൾ അത് പോയിരിക്കാൻ തന്നെ പരിപാടി നാസിക് ഡോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായിട്ട് കൊണ്ടാടാനാണ്. പിന്നെ വോട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പിള്ളേരും ഞാനും എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അത് മിനിഞ്ഞാന്ന് അതിന് വേണ്ടിയിട്ട് റീചാർജ് ചെയ്തു 300 രൂപ കൊടുത്ത്. അത്രയും പേര് ചെയ്തത് നമ്മൾ. അപ്പോൾ എന്തായാലും ജയിക്കും. അങ്ങനെ നല്ലൊരു ഉറപ്പിലാണ് നമ്മൾ നടക്കുന്നത്. രണ്ടാം സ്ഥാനമായാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. 100 ദിവസം എത്തിയിട്ട് അവൻ അതന്നെ ഇത്രയും വലിയൊരു പരിപാടിയിൽ 100 ദിവസം ഒപ്പം പങ്കെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ജയം തന്നെയാണ്. അത് ജയിച്ചതിനൊപ്പം തന്നെ അത് സെക്കൻഡായാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് കിട്ടുന്നുള്ളത് നമ്മളെ ഗ്യാരണ്ടി. പക്ഷേ ഈ സെക്കൻഡ് കിട്ടുള്ളെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമാണെന്ന്. അത്രയാണ് നമ്മുടെ അനുമോളുടെ മത്സരം മോശമായിട്ട് നമ്മൾ കാണുന്നില്ല. അവള് കുഴപ്പക്കാരത്തൊന്നുമല്ല, അവള് ഒപ്പം പിടിക്കണോളം തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ആളിലേക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുഴുവൻ. അപ്പൊ നമ്മുടെ ആൾ ജയിക്കുന്ന വെച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ വെറുതെ അങ്ങനെ. അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരാളൊന്നല്ല അവൻ. അത് കോമഡി ആയിട്ട് കളിച്ചിട്ടുള്ളതാണ്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് മാത്രം വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ ചാനലുകാർ ഇത് സാധനം കുത്തി പതിച്ച് കൊണ്ടിടക്കില്ലേ. അപ്പൊ നിങ്ങൾക്കും കൂടിയിട്ട് ഒരു വർക്ക് വേണ്ടേ. അപ്പൊ അതിനും കൂടിയിട്ടുള്ളതാണ് അത്. അന്വേഷണം അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. അനീഷ് ഇവിടെ വരാറുണ്ടോ? ചേട്ടൻ്റെ കട വരാറുണ്ടോ? ഇവിടെയൊക്കെ വരാറുള്ള അവൻ. അതെയാ, നമ്മുടെ അടുത്തൊക്കെ ഈ പോണേലും കുറച്ച് നാൾ മുന്നേ വരെ വന്നിട്ട് നടന്നു. അവൻ കുഴപ്പക്കാരനൊന്നുമില്ല. അവന്റെ അപ്പനായാലും എല്ലാവരും നമ്മളായിട്ട് അറിയുന്നത് നല്ല സ്നേഹമാണല്ലേ. കുഴപ്പക്കാരനൊന്നുമല്ല. അപ്പൊ എന്തായാലും ഒരു 10-10 കാത്തിരിക്കാം. അതാണ് അതിനുള്ളിൽ നമുക്കറിയാം. നാളെ നമ്മൾ ഇവിടെ തകർക്കും. പടക്കം നാളെ പടക്കം നല്ല പരിപാടി ഉണ്ട്. പരിപാടി തുടങ്ങിയല്ലോ. എന്തായാലും നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ എന്തായാലും കാര്യങ്ങൾ ബോധ്യമാവും. അപ്പൊ നിങ്ങള് എല്ലാവരും നാളെയും വായപ്പോ. നാളെ വരും ഉറപ്പായിട്ടും വരും. അപ്പടിക്കാൻ നല്ലൊരു അഭിപ്രായം ഉണ്ട്. ആള് കിട്ടും നല്ലൊരു അഭിപ്രായമാണ്. ഞങ്ങള് എല്ലാവരും മനസ്സിൽ ചെയ്താൽ അവന് വേണ്ടി കിട്ടാനായിട്ട് നാട്ടില് അവന് കിട്ടട്ടെ. ഞങ്ങളെ കോർഡിനേറ്റർക്ക് നല്ലൊരു പേര് വരട്ടെ എന്നൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. പരിചയമുണ്ടോ അനീഷ്? അടുത്ത് വീടിന്റെ അടുത്താ. അനീഷ് ബിഗ് ബോസിൽ പോകുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? പോകുന്നത് അറിയില്ല. പനി വന്നതിന് ശേഷം എനിക്ക് പറഞ്ഞു 5 കൊല്ലമായിട്ട് ആള് ഈ പരിശ്രമം ഉണ്ടായിരുന്നു. അതിനുള്ള യോഗ്യത ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസവും മത്സരമാണ്. അനീഷിന് കിട്ടുന്നത് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെ കോർഡിനേറ്റർക്ക് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേണ്ടിയിട്ട്. ലവ് ട്രാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താ അനീഷിനെ വീഴ്ത്താനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. വീഴ്ത്താനായിട്ട് ഞങ്ങളെ ഉടായ്പാണോന്ന് അറിയില്ല. അങ്ങനെയും പറയാം. ഉടായ്പാന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെയാണ് ഇപ്പൊ ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. ഡൗൺ ആക്കാനായിട്ടുള്ളൊരു ചെയ്ത പരിപാടിയാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. എന്റെ അഭിപ്രായം കേട്ടു. അതന്നെ അനീഷിന് നല്ല നോളജുള്ള നല്ല അവന് യോഗ്യതയുള്ളവനാണ്. വിൻ ചെയ്യും. ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ്. ഒരുപക്ഷെ അനുമോള് കപ്പടിച്ച് അനീഷ് സെക്കൻഡ് ആകുവാണെങ്കിൽ എന്താവും നിങ്ങളുടെ അവസ്ഥ? മീൻസ് നിങ്ങളൊരു നാട്ടിലൊരാളിങ്ങനെ ആയതിൽ വിഷമം വരുമോ? ഞങ്ങൾക്ക് ചെറിയ വിഷമം ഉണ്ടാവും. നാട്ടിലുള്ള ഒരാൾ അവന് കിട്ടണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അനീഷ് എങ്ങനെ ആള് നമ്മള് നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല സഹകരണമുള്ള ആളാണോ? സ്നേഹമുള്ള ആളാണോ? എന്റെ വീടിന്റെ അടുത്താണ് വീട്. അതല്ലേ, 4 വീട് 5 വീട് അപ്പുറമാണ്. ഒരിക്കലും സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ആള് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അധികം കോണ്ടാക്ട്. അതെ, അനീഷ് പൊതുവെ അധികം ആൾക്കാരോട് സംസാരിക്കാതെ പ്രകൃതാന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? ജോലി സംബന്ധമായിട്ട് അവന് ഇവിടെ അത് നിൽക്കാൻ പറ്റില്ല. അവന് ബാങ്കിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ആളുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിവോഴ്സ് അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങളുള്ളതല്ലേ? കൂടുതൽ അറിയില്ല. ശരി.
അപ്പൊ നമുക്ക് അടുത്ത ആൾ ചോദിക്കാം. ഓക്കെ സെക്കൻഡ് അടിച്ചാലും ഓക്കെ. പിന്നെ നല്ല സന്തോഷം, ഞങ്ങളുടെ കോർഡിനേറ്റർക്ക് നല്ലൊരു സന്തോഷമായിട്ട് അതന്നെ. പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഫസ്റ്റ് അടിച്ച അനീഷ നീ ചെലവ് ചെയ്യണോന്ന്? നാട്ടിലേക്ക് അങ്ങനെ വരുമ്പോ ഉണ്ടാവും വിചാരിക്കേ. പിന്നല്ല. ഓക്കേട്ടാ. എനിക്ക് നേരിട്ട് അറിവുള്ള ആളാ. പറഞ്ഞോട്ടാ. ഞങ്ങൾ ഒരുമിച്ച് അതെ അതെ ഈ പള്ളിയില് നാടകം പലതവണ കളിച്ചിട്ടുണ്ട്. പിന്നെ ആള് നല്ലൊരു കലാകാരനാണ്, കഴിവുള്ള വ്യക്തിയാണ്. പിന്നെ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസില് ആള് നന്നായി ഗെയിം കളിക്കുന്ന ആളാണ്. നല്ലൊരു തെരഞ്ഞെടുപ്പാണ് എങ്കിൽ അത് അനീഷിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് മറിച്ചൊരു തെരഞ്ഞെടുപ്പാണ് വരണമെങ്കിൽ അത് ശരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല എന്നാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുന്ന സപ്പോർട്ട്. അനീഷാണ് എല്ലാം കൊണ്ട് അത് ശരിയായിട്ടുള്ള നീതിപൂർവ്വമുള്ള തെരഞ്ഞെടുപ്പല്ല എന്നാണ് എന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. അതായത് അനുമോളെക്കാളും നന്നായി ഗെയിം കളിക്കുന്നത് അനീഷാണ്. അനിമോൾക്കില്ലേ ഒരുപാട് PR വർക്കുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അത് ഉണ്ടെങ്കിലും അനീഷിന്റെ ഭാഗത്തു നിന്നുള്ള ജനകീയ സപ്പോർട്ട് നോക്കണ്ടേ. പിന്നെ ആള് നല്ലൊരു കലാകാരനാണ്, എല്ലാം കൊണ്ടും കലാപ്രതിഭയാണ്. ആള് ബിഗ് ബോസിൽ വന്നത് ഞങ്ങളുടെ നാടിന്റെ ഒരു അഭിമാനമാണ്. പക്ഷെ എങ്കിലും അനീഷിന് യോഗ്യത ഉണ്ടല്ലോ, യോഗ്യത ഇല്ലാണ്ട് ഞങ്ങൾക്ക് അഭിമാനം പറഞ്ഞിട്ട് അർഹത ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അനീഷിനെ ആണ് കിട്ടേണ്ടത്. ചേട്ടൻ കാണാറുണ്ടോ ബിഗ് ബോസ്? വോട്ട് ചെയ്യുന്നുണ്ടോ അനീഷിനെ? പിന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ ദിവസം ചെയ്യും. അനിമോള് അനീഷിനെ ഒന്ന് വളക്കാൻ ശ്രമിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അത് അനീഷ് ഗെയിം കളിച്ചതിന്റെ ടോപ്പിൽ വരാൻ വേണ്ടി ഒരു ഗെയിമാണ് കളിച്ചതെന്നാണ് എനിക്ക് പറയാം. അനീഷിന്റെ ഗെയിമായിരുന്നു. അത് അതില് അനീഷ് വിജയിച്ചിട്ടുണ്ട്, അനിമോളല്ല വിജയിച്ചത് എന്നാണ് എന്റെ അഭിപ്രായം. പറയാം. അനീഷിന്റെ ഫാമിലിയിലൊക്കെ പരിചയമുണ്ടോ? പിന്നെ അന്നോനായിട്ടും ഞാനും സുഹൃത്തുക്കളാണ്. ഞാനിവിടെ ഈ നാട്ടിലൊക്കെ തെരുവിലും ഒക്കെ നടന്ന് നാടകം കളിക്കുന്ന ഒരു വ്യക്തിയാണ്, നാടക കലാകാരനാണ് ഞാൻ. അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് അറിയാം അനീഷിനെ, അവരുടെ കുടുംബം. അന്തോണിയേട്ടൻ അവൾ ഔഷധിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവരുടെ അനുജനെ അറിയാം, നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. അവരമ്മേനെ അറിയാം, കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ചൊക്കെ അവരപ്പച്ചനൊക്കെ ആയിട്ട് പള്ളിയിൽ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നല്ലൊരു എല്ലാം കൊണ്ടും എപ്പോഴെങ്കിലും നമ്മൾ തമ്മിലുള്ള ബഹുമാനവും സ്നേഹവും ആദരവും കാണിക്കും. അനീഷിന് ഞങ്ങൾ നാടക രംഗത്തേക്ക് പ്രൊഫഷണൽ കളിക്കാൻ ആവശ്യപ്പെട്ടതാണ് വരാൻ. കാരണം 2 ദിവസം കൊണ്ടൊക്കെ ഡയലോഗ് പഠിച്ച് ചെയ്യുകയാണ്, അത്രയും സമർത്ഥനാണ്. 1 മണിക്കൂർ നാടകം 2 മണിക്കൂർ കൊണ്ട് പഠിച്ച് കളിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾക്ക് പോലും അത് സാധിക്കില്ല. അത് അനീഷിന് സാധിക്കുമെന്ന് ഞങ്ങൾ തെളിയിച്ചതാണ്. അപ്പോൾ അനീഷിനാണ് ഇതിലെല്ലാം കൊണ്ട് യോഗ്യത. നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, കഴിവുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യണ്ടേ എവിടെയായാലും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ അനീഷിന് കപ്പ് കിട്ടാതെ പോയാൽ എന്താ ചേട്ടന് തോന്നുന്നത്? എനിക്ക് അത് അവന് കിട്ടാതിരിക്കാന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അത് അവന് അർഹതപ്പെട്ട് കൊടുത്തില്ല എന്നാ പറയാൻ പറ്റുള്ളൂ. അവന് അർഹതപ്പെട്ടത് കൊടുക്കണ്ടേ. അപ്പൊ ഇത് ശരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. നീതിപൂർവ്വമല്ലാത്ത തെരഞ്ഞെടുപ്പായിട്ട് എനിക്ക് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണോ അതോ ഇനി വേറെ എന്തെങ്കിലും മറ്റു താല്പര്യം? അവൻ ഗെയിമിലും നന്നായി കളിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ 100 ദിവസം അവനെ പോലെ കളിച്ചിട്ടുള്ള ഒരാളും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം മുന്നേ ആൾ ബിഗ് ബോസിൽ നിന്ന് ഔട്ടാണ്. അവ ഇത്തിരി ഔട്ടാവാതെ ഈ 100 ദിവസം തയ്പ്പിച്ചു ഗെയിം കളിച്ചു. ഈ അനുമോളും അത് ഗെയിം ഇട്ടതാണ്. അതിൻ്റെ പേരിൽ അത് അവർ തമ്മിലുള്ള കളി ഗെയിമായിരുന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അനീഷിനാണ് അനീഷിന് കപ്പ് കിട്ടും അല്ലേ? കിട്ടും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നാട്ടുകാരെന്ന നിലയ്ക്കല്ല, കേരളം മൊത്തത്തിൽ അനീഷിനാണ് ഇവിടെ കപ്പ് കിട്ടേണ്ടതെന്നുള്ള ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഈ മണിക്കൂറുകൾ മാത്രമുള്ള റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ നാട്ടിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക അനീഷ് ഒരു ഓളം കാണുന്നില്ല. അനീഷ് കോമണറായിട്ട് സാധാരണക്കാരന് പോയിട്ട് അത് ഒരു ആഘോഷം കാണുന്നില്ലല്ലോ. അല്ല, അത് ഈ ഞങ്ങള് ആഘോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് 10:30 കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരുമല്ലോ. അത് കഴിഞ്ഞാൽ കാണാം നാളെ അതിന്റെ സ്വീകരണം പരിപാടികളൊക്കെ. അതൊക്കെ ഇവിടെ പൊടിപൂരായിട്ട് ആഘോഷിക്കും, സ്വീകരണം കൊടുക്കും. നല്ല രീതിയിൽ അന്വേഷണ ഞങ്ങളുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ബിഗ് ബോസ് കപ്പ് എടുത്ത് വന്നാൽ അത് ഞങ്ങളുടെ അഭിമാനമല്ലേ. ഞങ്ങൾ അതിൽ ഇടപെടും, പ്രവർത്തിക്കും. അവന് നല്ലൊരു വിന്നറായിട്ട് ഇവിടെ അംഗീകരിക്കും. എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ഉണ്ടായിരിക്കും. നാളെ ആയിരിക്കും ഞങ്ങളുടെ പടക്കം പൊട്ടലും ആഘോഷങ്ങളും കേട്ടോ.